ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്, ഞാൻ എപ്പോഴും നിങ്ങളുമായിട്ട് ഏലയ്ക്ക നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പറയാറുണ്ട്. മാക്കോലം വരയ്ക്കുമ്പോഴും വെള്ളിയാഴ്ചകളിലെ ലക്ഷ്മി പൂജകളിലും ധനസമ്പത്തിനുമൊക്കെ ഏലയ്ക്ക, മിക്കവാറും അർച്ചനകളിലും ഒക്കെ ഏലയ്ക്ക എടുക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. ഇന്ന് നിത്യജീവിതത്തിൽ നമ്മുടെ ചില സമയങ്ങളിൽ, അതായത് ഏലയ്ക്ക ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിരന്തരമായിട്ടുള്ള ഏലയ്ക്കായുടെ ഉപയോഗം നമ്മളെ ഗുരുശുക്ര കടാക്ഷത്തിലിട്ട് കൊണ്ടെത്തിച്ച് നല്ല ധനസമൃദ്ധിയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും ജീവിക്കാനായിട്ട് സഹായിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഏലയ്ക്കായുടെ കളർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പാരറ്റ് ഗ്രീൻ കളറാണ്. അതായത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ചെയ്യാറുണ്ട്. നമ്മൾ അതിൻ്റെ തോട് കളഞ്ഞിട്ട് കുരു മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. കാരണം തോടിനേക്കാൾ കൂടുതൽ നല്ല സ്മെല്ലുള്ളത് ആ ഒരു കുരുവിനാണ്. നമ്മുടെ പണം വെക്കുന്ന സ്ഥലത്തും ആഭരണം വെക്കുന്ന സ്ഥലങ്ങളിലും പൂജാമുറിയിൽ ഫോട്ടോകളിൽ ചാർത്താനും അർച്ചന ചെയ്യാനും ഒക്കെ നമ്മൾ ഈ ഒരു ഏലയ്ക്ക ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെയധികം നല്ലതുമാണ്. കാരണം ഏലയ്ക്ക എന്ന് പറയുന്നത് ബുധ ശുക്ര ചേർച്ചയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലയ്ക്കായുടെ നിറം പച്ചയാണ്. പച്ച കളറ് ബുധഗ്രഹത്തെയും അതിൻ്റെ ആ ഒരു വാസന ശുക്രഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. അതായത് ബുധൻ നമുക്ക് തരുന്ന എന്താണ്? അറിവ്. ശുക്രൻ തരുന്നത് ധനമാണ്. അപ്പം അറിവിൽ കൂടി ധനം സമ്പാദിച്ച് നമുക്ക് ഉയരങ്ങളിലെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ശരിക്കുള്ള അതിൻ്റെ തത്വം എന്ന് പറയുന്നത്. നമുക്ക് ശുക്രദോഷം, ഗുരുദോഷം ഇവയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നല്ല കടമുണ്ടായിരിക്കും. നമുക്ക് സ്വർണ്ണാഭരണങ്ങളൊന്നും നിലനിൽക്കില്ല. എത്ര സ്വർണ്ണമുണ്ടെങ്കിലും അതൊക്കെ പണയം വെച്ചോ അല്ലാതെയോ ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്തിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഗുരു ശുക്ര ദോഷമാണ്. ഈ ദോഷം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 108 ഏലയ്ക്ക കൊണ്ട് 2 മാലകൾ ഉണ്ടാക്കി നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവപാർവതി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ശിവനും പാർവതിയും ഒന്നിച്ചായിരിക്കണം ആ ക്ഷേത്രത്തിൽ വിളങ്ങുന്നത്. അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ 108 ഏലയ്ക്ക കൊണ്ടുള്ള മാല ഉണ്ടാക്കി നമ്മൾ കൊണ്ടുപോയി സമർപ്പിക്കണം. ഇപ്പം നമ്മൾ കൊടുത്താൽ സ്വീകരിക്കുന്ന ക്ഷേത്രമാണോ എന്ന് തിരക്കണം. സാധാരണ അങ്ങനെ സ്വീകരിക്കില്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും വെക്കാൻ ഞാൻ പറയും. പക്ഷേ ഇത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുക തന്നെ വേണം. 108 ഏലയ്ക്ക കൊണ്ടുള്ള മാല, അതും 2 പേർക്കുമായിട്ട്. അങ്ങനെ സമർപ്പിച്ചാൽ നമ്മളിലുള്ള ശുക്രദോഷം അല്ലെങ്കിൽ ഗുരുദോഷം മാറിക്കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ വെൽ വിഷേഴ്സിന് നമ്മൾ ഏലയ്ക്കാമാല സമർപ്പിക്കുക എന്നുള്ളതാണ്. വെൽ വിഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വ്യക്തികൾ, നമ്മൾ ഗുരുസ്ഥാനത്ത് കാണുന്നവർ. അതായത് ഇപ്പം ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്കൊരു ജിം ട്രെയിനർ ഉണ്ടാവും. ആ ഒരു വ്യക്തിക്ക്, നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഗുരുക്കന്മാർക്ക്, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അറിവ് പകർന്നു തരുന്ന ഒരു വ്യക്തിക്ക്. ഇപ്പം ചിലവർക്ക് ക്ഷേത്രത്തിലെ പൂജാരിമാർ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അങ്ങനെയുള്ളവർ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലൈഫ് ടേണിംഗ് പോയിൻ്റ് ഉണ്ടാക്കി തന്ന ഒരു വ്യക്തി, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഉപദേശിച്ച് തരുന്ന ഒരു വ്യക്തി ആരാണോ അവർക്ക് ഏലയ്ക്കാമാല, അതായത് അവർക്കിപ്പം പിറന്നാൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ എന്തെങ്കിലും ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് വരുന്ന സമയത്തോ നമ്മൾ ഏലയ്ക്കാമാല, അപ്പോൾ ചുമ്മാ ഒരു ഏലയ്ക്കാമാലയായിട്ട് കൊടുക്കാതെ റോസാപ്പൂവൊക്കെ വെച്ച് അതിനോടൊപ്പം കുറച്ച് ഏലയ്ക്കായും കൂടി ചേർത്ത് അതൊരു മാല പോലെ ആക്കിയിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കും. ഇപ്പം നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഈ ഏലയ്ക്ക മാലയായിട്ട് തന്നെ നല്ല ഗാർലാൻഡായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കി കൊണ്ടുപോയി അവർക്ക് കൊണ്ടുപോയി സമർപ്പിക്കുക. അപ്പം അവർ നിറഞ്ഞ മനസ്സോടുകൂടി അവരത് സ്വീകരിക്കും. അവരെ അണിയിക്കണം നമ്മൾ. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ശുക്രദോഷം മാറിക്കിട്ടും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഗുരുവിൻ്റെ വീടായ മീനത്തിലാണ് ശുക്രഭഗവാൻ ഉച്ചമടയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം അവിടെ സംഭവിച്ച് നമുക്ക് ഗുരു ശുക്രദോഷമുണ്ടെങ്കിൽ മാറിക്കിട്ടുന്നത്. ഹയഗ്രീവ ജയന്തി വന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എല്ലാ മാസത്തിലും
തിരുവോണം നക്ഷത്രം വരുന്ന ദിവസം ഹയഗ്രീവ സ്വാമിക്ക് നമ്മൾ ഏലക്കാമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. 21 ഏലക്ക ചാർത്തി, അത് നമ്മുടെ വീട്ടിലെ മക്കളെ കൊണ്ട് തന്നെ 21 ഏലക്ക കോർത്ത് മാലയാക്കി ഹയഗ്രീവന് ചാർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ഹയഗ്രീവ സ്വാമി നമ്മളെ സഹായിക്കുമെന്ന്. ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? അറിവിൻ്റെ ദേവനാണ് ഹയഗ്രീവൻ. അപ്പം ആ അറിവോടു കൂടിയിട്ടുള്ള ധനസമ്പാദനത്തിന് ഈ ഒരു ഹയഗ്രീവ സ്വാമി നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ് ഇതിന് പുറകിലുള്ള അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ എപ്പോഴും ഏലക്ക സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ഡോറാണ്. ഫ്രണ്ട് ഡോറിൽ നമ്മൾ എപ്പോഴും മാവില അല്ലെങ്കിൽ വെറ്റില കൊണ്ടുള്ള തോരണങ്ങളൊക്കെ ചാർത്താറുണ്ട്. നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഇപ്പം മാവില തോരണം ചാർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 8, 9, 10 ഏലക്കായും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു മാലയാക്കി ചാർത്തണം. ഇപ്പം നമ്മൾ സാധാരണ ലക്ഷ്മി ദേവിക്ക് അർച്ചന ചെയ്യുമല്ലോ ഏലക്ക കൊണ്ട്, അതിൽ നിന്നും ഒരു 10, 11 എണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ട് മാവില തോരണം കെട്ടുമ്പോൾ അതും കൂടിയിട്ട് ആ ഒരു തോരണത്തിൽ ആഡ് ചെയ്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഡോറിന് തോരണമായിട്ട് ചാർത്തണം. കാരണം മഹാലക്ഷ്മി ദേവി വസിക്കുന്ന പ്രധാന ഇടങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് ഡോറാണ്. അപ്പം അവിടെ നമ്മൾക്ക് ഏലക്ക സമർപ്പിക്കാം. രണ്ടാമത് സമർപ്പിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വാഹനങ്ങളിലാണ്. എന്നും യാത്ര ചെയ്ത് പോകുന്നവരായിരിക്കുമല്ലോ നമ്മുടെ സ്വന്തം വാഹനത്തിൽ. അപ്പം അതിൽ നമുക്ക് ചാർത്താം. അങ്ങനെയല്ലെങ്കിൽ പർട്ടിക്കുലറായിട്ട് നിങ്ങൾ ദൂരയാത്ര പോകുന്ന സമയങ്ങളിൽ ഒരു 11, 21 ഏലക്ക കൊണ്ടൊരു മാലയുണ്ടാക്കിയിട്ട് ആ വണ്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കും. ഇപ്പോൾ എല്ലാവരുടെ വണ്ടിയിലും ഗണപതി ഭഗവാനോ അല്ലെങ്കിൽ മുരുക ഭഗവാനോ ഒക്കെ ഉണ്ടാകും. അപ്പം ഏത് ദൈവമാണോ നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ വിഗ്രഹമായിട്ട് വെച്ചിട്ടുള്ളത് ആ ഒരു വിഗ്രഹത്തിന് സമർപ്പിച്ചാലും മതിയാവും. തിരിച്ച് നമ്മുടെ യാത്ര കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ആ ഒരു ഏലക്ക എടുത്ത് നമുക്ക് കാൽപ്പെടാത്ത ഇടത്ത് എവിടെയെങ്കിലും കളയാവുന്നതാണ്. പിന്നെയുള്ളത് എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വീട്ടിലെ ലക്ഷ്മി നാരായണ ഫോട്ടോയ്ക്ക്, മഹാലക്ഷ്മി ഫോട്ടോയ്ക്കും വെങ്കടേശ്വര ഭഗവാന്റെ ഫോട്ടോയ്ക്കും ഇപ്പം 30 വെള്ളി വരുമ്പോൾ അപ്പോൾ നമ്മൾ ചാർത്തിയാൽ അടുത്ത മാസത്തെ 30 വെള്ളി, ഇപ്പം ഈ വെള്ളിയാഴ്ച 30 വെള്ളിയാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച നിങ്ങൾ 21, 54, 108 ഏലക്ക കൊണ്ട് മഹാലക്ഷ്മി ദേവിക്ക് ഒരു മാല ചാർത്തിയാൽ അടുത്ത മാസം, അതായത് ഡിസംബർ മാസത്തിലെ 30 വെള്ളി വരെ അതവിടെ കിടന്നോട്ടെ. അതിനുശേഷം അതെടുത്ത് കാൽപ്പെടാത്തെടുത്ത് കളഞ്ഞിട്ട് പുതിയ ഏലക്കാമാല ലക്ഷ്മി ദേവിക്ക് ചാർത്താം. അങ്ങനെ അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും അർച്ചന ചെയ്യാൻ പൂക്കൾ എടുക്കുന്ന കൂട്ടത്തിൽ ഒരു 10, 11, 21 ഏലക്കായും കൂടി മഹാലക്ഷ്മി ദേവിക്ക് നമ്മൾ അർച്ചന ചെയ്തിട്ട് അത് പൊടിച്ച് നമുക്ക് നമ്മുടെ കബോർഡിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരു 5 ഏലക്ക എടുത്ത് എനിക്ക് ധനവരവുണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ചിട്ട് അത് നിങ്ങൾക്കൊരു പേപ്പറിലോ അലൂമിനിയം ഫോയിലിലോ പൊതിഞ്ഞ് നിങ്ങളുടെ മണി പേഴ്സിൽ വയ്ക്കാവുന്നതാണ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാര്യം, നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഒരു പട്ടുസാരിയെങ്കിലും ഉണ്ടായിരിക്കും. പട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ സ്വർണവും വെള്ളിയും കൊണ്ട് നൂലിഴകളാൽ നിർമ്മിച്ചപ്പെട്ട സാരിയാണ് പട്ടുസാരി. അപ്പം പട്ടുസാരി ഇല്ലാത്ത ഒരു സ്ത്രീകൾ പോലും കാണില്ല. ഒരു പട്ടുസാരിയെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടാകും. അപ്പം അത് പ്രത്യേകമായിട്ട് ഒരു ബോക്സിലായിരിക്കും നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ആ ബോക്സിൽ ഈ ഏലക്ക ഒരു 3-4 ഏലക്ക എടുത്തിട്ട് തോട് മാറ്റിയിട്ട് കുരു മാത്രം എടുത്തിട്ട് അത് ആ ഒരു പട്ടുസാരിയോടൊപ്പം നമ്മൾ വെക്കണം. ഇത് വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ധനവരവ് കൂടും നല്ല അർത്ഥം. നമ്മൾ ഈ പട്ടുസാരി ഉടുത്ത് വെളിയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കാണാൻ ഒരു അഴകുണ്ടാകും. ആ അഴക് വെച്ച് എല്ലാവരും നമ്മളെ നോക്കുമ്പോൾ അവരിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജിയും ദൃഷ്ടിദോഷവും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം എല്ലാവരുടെയും ദൃഷ്ടിദോഷം ആ ഒരു ഏലക്കായുടെ സ്മെല്ല് കൊണ്ട് നമ്മളിൽ എത്തപ്പെടാതെ മാറിപ്പോകും. അതുമാത്രവുമല്ല, ശുക്രദോഷം നമ്മൾ സ്ത്രീകളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഏലക്ക വെച്ച് സാരി ഉടുക്കുമ്പോൾ ആ ഒരു സ്മെല്ല് നമ്മുടെ ശരീരത്തിലെത്തി നമ്മളിൽ നിന്നും ശുക്രദോഷം പതിയെ പതിയെ അകന്നു പോകാനും തുടങ്ങും. നിങ്ങളുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം കൂടണമെന്നുണ്ടെങ്കിലും ഈ ഒരു സിൽക്ക് സാരിയിൽ നമ്മൾ ഏലക്ക വെക്കുന്നത് വഴി അത് സഹായകമാകും. കാരണം നമ്മൾ എന്നും പട്ടുസാരി ഉടുത്ത് നടക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും പട്ടുസാരിയിൽ ഇങ്ങനെ വെച്ച്
ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ഫലം കിട്ടും. ഇനി ഞങ്ങൾക്ക് പട്ടുസാരി ഇല്ല എന്ന് പറയുന്ന ആരെങ്കിലും ആണെങ്കിൽ, പട്ടുസാരി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇനി ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാം. നമ്മളൊക്കെ വാരാഹി അമ്മയ്ക്കും നരസിംഹസ്വാമിക്കുമൊക്കെ പാനകം തയ്യാറാക്കാറുണ്ട്. ആ പാനകത്തിൽ നമ്മൾ ഏലക്ക ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിലിപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകുകയാണെങ്കിൽ ആ വഴക്കുണ്ടായി തീർന്ന 1 മണിക്കൂറിനുള്ളിൽ അടുപ്പിച്ചൊരു 3-4 ദിവസം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് പാനകം തയ്യാറാക്കി കൊടുക്കൂ. നമ്മൾ ചുക്ക് കാപ്പി തയ്യാറാക്കുമല്ലോ പനി വരുമ്പം എന്ന് പറയുന്നത് പോലെ തന്നെ, കുറച്ച് വ്യത്യാസമാണ്, പക്ഷേ ടേസ്റ്റൊക്കെ ഏകദേശം അതുപോലെ തന്നെ. വെള്ളം തിളപ്പിച്ച് അതിൽ ശർക്കരയിട്ട് ഏലക്ക ഇട്ട് ഒപ്പം തന്നെ ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട്, ഈ ഒരു കാര്യത്തിൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കേണ്ട, ഇത്ര മാത്രം മതിയാവും. എന്നിട്ട് അവർക്ക് കൊടുക്കുക. തീർച്ചയായും അവരിലെ കോപം അടങ്ങാനും നമ്മളോട് ആ ഒരു അടുപ്പം വർദ്ധിക്കാനും സഹായിക്കും. കാരണം അതിൽ നമ്മൾ ഏലക്ക ചേർത്തിട്ടുണ്ട്. കാരണം ഉഗ്രദൈവങ്ങൾക്ക് നമ്മൾ എപ്പോഴും സമർപ്പിക്കുന്ന ഒന്നാണ് ഈ ഒരു ഏലക്ക എന്ന് പറയുന്നത്, അവരെ ശാന്തപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവർക്കും ഇത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അവിടെ സംഭവിക്കും. നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, അവർ മറ്റൊരു രീതിയിൽ കൂടിയൊക്കെ പോകുന്നു എന്നുള്ളവർക്കും ഇതേ കാര്യം തന്നെ ചെയ്യാവുന്നതാണ്. അവരെ നിർബന്ധിച്ച് പക്ഷേ നമ്മളിത് കുടിപ്പിക്കണം. അവർക്ക് കുടിക്കാൻ തീർച്ചയായിട്ടും മടി കാണും. പക്ഷേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടുപ്പിച്ചൊരു 3, 4, 5 ദിവസം നിങ്ങളിത് കുടിപ്പിച്ചാൽ അതിനുള്ള ഫലം നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ മധുര മീനാക്ഷി കോവിലിലൊക്കെ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കും, അവിടുത്തെ അമ്മയുടെ സാരിയുടെ കളർ എന്ന് പറയുന്നത് പാരറ്റ് ഗ്രീനാണ്. ആ ഒരു ദേശത്ത് ഏറ്റവും കൂടുതൽ വൈരത്തോടുകൂടി ശരീരം മുഴുവൻ തങ്കത്താലും വജ്രത്താലും തിളങ്ങി നിൽക്കുന്ന ദേവിയാണ് മീനാക്ഷി അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ത്രീകൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിവാഹം നടക്കുമ്പം പാരറ്റ് ഗ്രീൻ കളറിലെ സാരി എല്ലാവരും എടുക്കുന്നത് മെറൂൺ കളറൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ ലൈഫിൽ പ്രധാനപ്പെട്ട വിവാഹം, എൻഗേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഹൗസ് വാമിങ് അങ്ങനെയൊക്കെ വരുമ്പോൾ പാരറ്റ് ഗ്രീൻ കളറിലെ സാരി വിത്ത് പിങ്ക് അല്ലെങ്കിൽ മെറൂൺ കളറിലെ ബോർഡറും കൂടിയുള്ള സാരി ഉടുത്തു നോക്കൂ. തീർച്ചയായും നമുക്ക് ഗുരുശുക്ര കടാക്ഷം ലഭിക്കുകയും ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ ഇതൊക്കെ നടന്നു കിട്ടണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ നല്ല രീതിയിൽ നടന്നു കിട്ടും. നമുക്കൊക്കെ പെൺമക്കൾ ഉള്ളതാണ്. അവരുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾക്കിത് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് പെൺമക്കളുള്ള അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പെൺമക്കൾ പ്രായപൂർത്തിയൊക്കെ ആയി കഴിയുമ്പം ഒരു 7 ദിവസമൊക്കെ കഴിയുമ്പം നമ്മൾ അവരെ നല്ല വൃത്തിക്ക് കുളിപ്പിച്ച് അവർക്ക് മഞ്ഞളൊക്കെ തേച്ച് അതേപോലെ പുതിയ വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അപ്പം പ്രത്യേകിച്ച് മക്കൾക്കിടാനുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് തീർച്ചയായും നമ്മളൊക്കെ ഈ ട്രഡീഷൻ വഴി നോക്കുമ്പോൾ ഒന്നെങ്കിൽ പട്ടുപാടയും ബ്ലൗസും അല്ലെങ്കിൽ ധാവണിയായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ കളറിൽ വസ്ത്രം മക്കൾക്ക് തീർച്ചയായും തയ്പ്പിച്ച് ഇട്ട് കൊടുക്കണം. കാരണം അവരുടെ ഒരു പുതിയ ജന്മമാണ്. അവരൊരു സ്ത്രീ ആയി കഴിയുമ്പോൾ അവർക്കൊരു പുതിയ ജന്മം പോലാണ്. അപ്പോൾ അത് അവരേറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കണം. അവർക്കതുകൊണ്ട് ഐശ്വര്യം ഉണ്ടാവണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മുടെ മക്കൾക്ക് ഈ കളറിലെ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് അവരുടെ ആ ഒരു പുതിയ സ്ത്രീ എന്നുള്ള ആ ഒരു മേഖലയിലോട്ട് കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവരെ അനുവദിക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ചായയൊക്കെ കുടിക്കുന്നവരാണ്, അതായത് ചിലർക്കൊന്നും ചായ രാവിലെ കുടിക്കുന്നതിനോട് വലിയ താല്പര്യം കാണില്ല. പക്ഷേ ചായ കുടിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 1-2 ദിവസം, പ്രത്യേകിച്ച് ചൊവ്വ, പൗർണമി, വെള്ളിയാഴ്ചകളിൽ ഏലക്ക ഇട്ട ചായ കുടിക്കുന്നത് ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്നതാണെങ്കിലും നമ്മൾ കുടിക്കുന്നതാണെങ്കിലും അതും വളരെ വളരെ നല്ല കാര്യം തന്നെയാണ്. അതേപോലെ നിങ്ങൾക്ക് ഞാൻ താമ്പൂലം കഴിക്കുന്ന വീഡിയോ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഏലക്കായ്ക്കകത്ത് വെറ്റിലയിൽ ഗുൽക്കണ്ടും ഏലക്കായും ഗ്രാമ്പും ഒക്കെ വെച്ച് കഴിക്കുന്നത്. അപ്പം അത് കഴിക്കാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ അതും ഒരു ശീലമാക്കണം. അതിൻ്റെ ഒരു ചെറിയൊരു പോർഷനെങ്കിലും ഭർത്താക്കന്മാർക്കും മക്കൾക്കും ഒക്കെ കൊടുക്കാനും ശ്രമിക്കണം. അതും ശുക്ര ആധിക്യം നമ്മുടെ ശരീരത്തിൽ വളരെയധികം കൂടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. സോ ഇതൊക്കെയാണ് ഏലക്കായുടെ മഹത്വം എന്ന് പറഞ്ഞു പോയാൽ ഒരുപാടുണ്ട്. പക്ഷേ വളരെയധികം പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്നിവിടെ പങ്കുവെച്ചത്. എല്ലാവരും കഴിയുന്നതും പറ്റുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.